മഹാബലി ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാവിഷ്ണു ആരായിട്ട് അവതരിക്കുന്നത്? വാമനനായിട്ട് അവതരിക്കുന്നത്. എന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നു? ഒരു 3 അടി മണ്ണ് ആവശ്യപ്പെടുന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഒന്നെങ്കിൽ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓണത്തിന്റെ 4ാം നാൾ ഉണ്ടെങ്കിൽ, ഓണം 1ാം ഓണം ഇതല്ലേ, ഓണത്തിന്റെ 4ാം നാൾ എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം ഏതാണ്? ഏതാഘോഷമാണ്? അതെ, അത്തച്ചമയമാണ്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ഓണം സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ PSCയിൽ ഓണവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പല പരീക്ഷകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ചോദ്യം ഇതാണ്: ഓണം ആഘോഷിക്കുന്ന മലയാള മാസം ഏതാണ്? ഇതിൽ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും. കാരണം ഏതൊരു കേരളീയനും അറിയാവുന്ന, സാധാരണ രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും ചിലതൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ദാ നോക്കിക്കോളൂ, ഓണം ആഘോഷിക്കുന്ന മലയാള മാസം. സിമ്പിൾ ചോദ്യമാണ്, LGS പരീക്ഷ ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് മാസമാണ്? അത് ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തിലല്ലേ ഓണം ആഘോഷിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ഒരു ചോദ്യം നിങ്ങൾ ഈ ഒരു 2023-24 പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു 6-7 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നടന്ന പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ ചോദ്യം ഒന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം ഏതാണ്? ഏതാഘോഷമാണ്? അതെ, അത്തച്ചമയമാണ് അല്ലേ? അപ്പോ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചു, ഏതാണ് ആഘോഷം, ആഘോഷത്തിന്റെ പേര് എന്താണ്, അങ്ങനെയാണ് ചോദിച്ചത്. എന്നാൽ അടുത്ത ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, എന്താണ്? തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസിൽ ഓണം, വിഷു, ദീപാവലി ഒക്കെ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ എവിടെയാണ്? തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. ഇനി അടുത്തൊരു ചോദ്യവും ഇങ്ങനെ ചോദിച്ചിരുന്നു, ഓണത്തോടനുബന്ധിച്ച് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം ഏതാണ്? ഏതാണ്? അത് തൃപ്പൂണിത്തുറയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്നും തിരിച്ചും മറിച്ചും എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. അപ്പൊ അത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണേത്? അത്തച്ചമയം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓണപ്പൂവ് എന്ന് വിശേഷണമുള്ള പൂവ് ഏതാണ്? ഓണപ്പൂവ് എന്ന് വിശേഷണമുള്ള പൂവ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? കാശിത്തുമ്പയാണ് അല്ലേ? കാശിത്തുമ്പയാണ് ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ ക്ലിയർ ആയല്ലോ. ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. അതുപോലെ തന്നെ ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പൂവിനെയാണ്? ചെമ്പരത്തി പൂവാണോ അതോ മുല്ലപ്പൂവാണോ? അങ്ങനെ ഒന്നും ആൻസർ പറയരുത്. ഏത് പൂവാണ്? കാശിത്തുമ്പയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ അടുത്തൊരു ചോദ്യം PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏതാണ്? ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണല്ലോ. അങ്ങനെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, 1961. ഏതാണ്? 1961 എന്ത് ചെയ്യുന്നത്? ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാ നോക്കിക്കേ, മുഖ്യമന്ത്രി ആയിരുന്ന പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് എന്ത് ചെയ്യുന്നത്? 1961 ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി
പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് ഏത് മന്ത്രിസഭയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് അങ്ങനെ ഓണം ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഓണത്തോടനുബന്ധിച്ച് വള്ളസദ്യ നടത്താറുള്ള ക്ഷേത്രം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ക്ഷേത്രമല്ലേ? ഏതാണ്? ആറന്മുള ക്ഷേത്രത്തിലാണ് അല്ലെ? ആറന്മുള ക്ഷേത്രത്തിലാണ് ആറന്മുള സദ്യയൊക്കെ അല്ലെ? വളരെ ഫേമസ് ആയിട്ടുള്ള സദ്യ അല്ലേ? അപ്പോ ആ ഒരു ഓണത്തോടനുബന്ധിച്ചാണ് എവിടെ? ആറന്മുള ക്ഷേത്രത്തിൽ എന്ത് നടത്തുന്നത്? വള്ളസദ്യ നടത്തുന്നത്. ഓർത്തിരിക്കുക, ഓണത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്താറുള്ളത്. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ? ഈ വർഷം ഓർത്തിരിക്കണം, 1961 കേട്ടോ, മറക്കല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് ഓണസദ്യക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടേക്കാണ് പോകാറ്? എങ്ങോട്ടേക്കാണ്? ആറന്മുള ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ആറന്മുള ക്ഷേത്രത്തിലേക്കാണ് ഓണ വിഭവങ്ങളുമായിട്ട് എന്ത് പോകുന്നത്? നമ്മുടെ തിരുവോണത്തോണി പോകുന്നത്. എവിടെ നിന്നാണ് പോകുന്നത്? അത് കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്നും ഓണസദ്യക്ക് വേണ്ടുന്ന വിഭവങ്ങളുമായി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആറന്മുള ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമ്മുടെ പരീക്ഷയില് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഏരിയയില്ലേ, അവിടെ നമുക്ക് വള്ളം കളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും LGS, LDC, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം ആ ഒരു ഏരിയയിൽ നിന്നും വള്ളം കളി ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട വള്ളംകളി നമുക്കിപ്പോ പഠിക്കാം. നോക്കിക്കോളൂ, ഓണാഘോഷത്തിന്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ, ശ്രദ്ധിച്ചിരിക്കുക, പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവത്തിന്റെ പേര് എന്താണ്? ഓക്കെ, എന്താണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ക്വസ്റ്റ്യനിൽ എന്തായാലും ഉത്രട്ടാതി നാളിൽ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഉത്രട്ടാതി എന്ന് ഓപ്ഷനിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ PSC അത്രയ്ക്കും ഒരു മണ്ടനല്ലല്ലോ. PSC എന്ത് ചെയ്യും? ഈ ഒരു ഉത്രട്ടാതി അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ ചോദിക്കുന്ന ഓപ്ഷനകത്ത് ഉത്രട്ടാതി എന്ന വാക്ക് അവിടെ കാണത്തില്ല. അവിടെ എന്തായിരിക്കും? ആറന്മുള വള്ളംകളി എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് പഠിച്ചു വെച്ചിരിക്കുക. വെറുതെ ഇത് ഓർക്കാൻ എളുപ്പമാണെന്നും പറഞ്ഞ് ആ ആറന്മുള എന്ന വാക്ക് ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓണാഘോഷത്തിന്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ എവിടെയാണ്? പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവമാണേത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മുമ്പ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഓണത്തെ കുറിച്ച് പരാമർശമുള്ള സംഘകാല തമിഴ് കൃതി ഏതാണ്? സംഘകാലമാണ്, ശ്രദ്ധിച്ചിരിക്കുക. സംഘകാല തമിഴ് കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ പറയേണ്ടത്? അത് മധുരൈ കാഞ്ചിയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓണത്തെ കുറിച്ച് പരാമർശമുള്ള സംഘകാല തമിഴ് കൃതി, തമിഴ് കൃതിയും സംഘകാലം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആൻസർ പറയേണ്ടത് ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. ഏതാണ്? മധുരൈ കാഞ്ചിയാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? മഹാബലിയാണ് അല്ലേ? ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തിയാണ് ആര്? നമ്മുടെ മഹാബലി എന്ന് പറയുന്നത്. അപ്പൊ മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്.
മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഓക്കെ, മഹാബലി ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാവിഷ്ണു ആരായിട്ട് അവതരിക്കുന്നത്? വാമനനായിട്ട് അവതരിക്കുന്നത്. എന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നു? ഒരു 3 അടി മണ്ണ് ആവശ്യപ്പെടുന്നു. അപ്പൊ എല്ലാം കൊടുക്കുന്ന നമ്മുടെ മഹാബലി എന്തു ചെയ്യുന്നു? 3 അടി മണ്ണ് കൊടുക്കുന്നു. 3ാമത്തെ അടി ആരുടെ നെഞ്ചത്തായിരുന്നു? മഹാബലിയുടെ നെഞ്ചത്തായിരുന്നു. അങ്ങനെ മഹാബലി എന്ത് ചെയ്യുന്നു? പാതാളത്തിലെ സുദിനത്തിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഏത് യാഗം, ആ യാഗത്തിനൊരു പേരുണ്ട്. ഏത് യാഗമാണ്? സ്വർഗമൊക്കെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് മഹാബലി നടത്തിയ ഒരു യാഗമായിരുന്നു ഏത്? വിശ്വജിത്ത് യാഗം അല്ലെ. വിശ്വജിത്ത് എന്നാണ് ആ യാഗത്തിന്റെ പേര്. മനസ്സിലായോ? അപ്പൊ മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായിട്ട് അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ആ യാഗം ഓർത്ത് വെച്ചേക്കണേ. വിശ്വജിത്ത് എന്ന യാഗമാണ്. മുമ്പൊരു 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ചോദ്യം ഇതാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളിലായി ആലപ്പുഴ ജില്ലയിലെ പായിപ്പാട് ആറിൽ നടക്കുന്ന ജലോത്സവത്തിന്റെ പേര് എന്താണ്? പായിപ്പാട് എന്ന് അവിടെ എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ എളുപ്പമായിരിക്കും അല്ലെ. എന്താണ്? പായിപ്പാട് വള്ളംകളിയാണ്. ഏതാണ്? പായിപ്പാട് വള്ളംകളിയാണ്. ചിങ്ങമാസത്തിൽ ഏത് നാളുകളിലാണ്? തിരുവോണം, അവിട്ടം, ചതയം 3 നാളുകളിൽ. മറ്റെല്ലാ വള്ളംകളികളും ഒറ്റ ദിവസം കൊണ്ട് നടക്കുമ്പോൾ പായിപ്പാട് വള്ളംകളി എന്താണ്? 1 ദിവസം എടുത്തിട്ടാണ് പായിപ്പാട് വള്ളംകളി നടത്തുന്നത്. എവിടെയാണ് പായിപ്പാട് ആറുള്ളത്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളിലായി ആലപ്പുഴ ജില്ലയിലെ പായിപ്പാട് ആറിൽ നടത്തുന്ന ജലോത്സവത്തിന്റെ പേരെന്താണ്? പായിപ്പാട് വള്ളംകളി എന്നാണ്. എന്താണ്? പായിപ്പാട് വള്ളംകളി. അടുത്തതാ ഇയാളെ ഓർമ്മയുണ്ടോ? ഇദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഓണപ്പൊട്ടൻ. എന്താണ്? ഓണപ്പൊട്ടൻ. അപ്പൊ ഓണപ്പൊട്ടൻ ചോദ്യം എന്തായിരിക്കും? മലബാറിൽ ഓണത്തിന്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യത്തിന്റെ പേര് എന്താണ്? തെയ്യം കോലമല്ലേ ഇത് അല്ലെ. അപ്പോ മലബാറില് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് എത്തുന്ന ഒരു തെയ്യമാണേത്? ഈ കാണുന്ന ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മലബാറിൽ ഓണത്തിന്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏതാണ്? ഓണപ്പൊട്ടനാണ്. ക്ലിയർ? ഓക്കെ ആണോ? പായിപ്പാട് വള്ളംകളി മറന്നു പോകരുത്. അവിടെ മലബാറിൽ എന്നെടുത്ത് പറയുകയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് എന്ന് പറയുന്നു. അവിടെ തെയ്യം എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഓണപ്പൊട്ടനായിരിക്കും. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടും എന്ത് ചെയ്യാറുണ്ട്? ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കൂടുതലും. അപ്പൊ രണ്ടും മെർജ് ചെയ്ത് വരും അല്ലെ. സാഹിത്യവും വരും, അവിടെ സംസ്കാരവും വരും. അപ്പൊ രണ്ടും കൂടെ മെർജ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് ഓണം പ്ലസ് അതിന്റെ ഓണവുമായി ബന്ധപ്പെട്ട കവിതകൾ, നോവലുകൾ, കൃതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായും ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ആ ചോദ്യം ഇതാണ്. ഓണപ്പാട്ടുകാർ എന്ന മലയാള കവിത എഴുതിയത് ആരാണ്? ഓണപ്പാട്ടുകാർ. ഓണപ്പാട്ടുകാർ എന്ന മലയാള കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് എന്ത് രചിക്കുന്നത്? ഓണപ്പാട്ടുകാർ എന്ന മലയാള കവിത എഴുതിയത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓണപ്പാട്ടുകാർ എന്ന വാക്ക് കണ്ടാൽ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേര് ആരുടെ പേരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. ബലിദർശനം എന്ന ഓണക്കവിത രചിച്ചത് ആരാണ്? ബലിദർശനം എന്ന ഓണക്കവിത രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ബലിദർശനം എന്ന ഓണ കവിത രചിച്ചത്. ഓക്കെ ആണോ? ഇത് മലയാള കവിതയാണ് ഓണപ്പാട്ടുകാർ. ഇതെന്താണ്? ഒരു കവിതയാണ്. ബലിദർശനം എന്നത് ഒരു ഓണക്കവിതയാണ്. ആരാണ് രചിച്ചത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. എങ്കിൽ ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? പൂക്കളം. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്?
പി കുഞ്ഞിരാമൻ നായരുടേതാണ്. ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ സമാഹാരമാണേത്? പൂക്കളം എന്ന് പറയുന്നത്. അപ്പൊ ഈ പേരുകളും അവരുടെ ആ ഒരു എഴുത്തുകാരൻ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഓണപ്പാട്ടുകാർ കണ്ടാൽ വൈലോപ്പിള്ളി, ബലിദർശനം കണ്ടാൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പൂക്കളം കണ്ടാൽ പി കുഞ്ഞിരാമൻ നായർ. കുഞ്ഞി പൂക്കളമാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയൊക്കെ കോഡ് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് എല്ലാവർക്കും അറിയാം, ചിങ്ങം 1 കേരളത്തിൽ എന്തായിട്ട് ആഘോഷിക്കുന്നത്? കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഇതാ ശ്രദ്ധിച്ചിരുന്നോണേ, എത്രാമത്തെ ഓണമാണ് തിരുവോണം? കുറെ പേര് എല്ലാവരും എന്ത് ചെയ്യും? ഓടിച്ചാടി പോയി ആൻസർ ചെയ്യും. എനിക്കറിയാമെന്ന് പറഞ്ഞ് ഓപ്ഷൻസിൽ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം ഒക്കെ ഉണ്ടാകും. ഓക്കെ, എത്രാമത്തെ ഓണമാണ്? അതൊന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ എത്രയൊക്കെ ആയാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിവ് ചിലപ്പോൾ കുറവായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഓണം തിരുവോണം അല്ലേ, തിരുവോണം വലിയ ഓണമല്ലേ, അപ്പൊ 1-ാം ഓണം ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്ത് ചെയ്യാറുണ്ട്? ആൻസർ ചെയ്യാറുണ്ട്. പെട്ടെന്ന് അത് ചിന്തിക്കല്ല, പെട്ടെന്ന് പോയിട്ട് ബബിൾ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അയ്യോ അത് തെറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ആകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങൾ തരുമ്പം നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ചോദ്യമാണെന്ന് കാണുമ്പോൾ തന്നെ ഓർത്തോണം അവിടെ എന്തോ പണി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കോളൂ, എത്രാമത്തെ ഓണമാണ് തിരുവോണം? തിരുവോണം എന്ന് പറയുന്നത് എത്രാമത്തെ ഓണമാണ്? 2-ാം ഓണമാണ്. ഓക്കെ, 2-ാം ഓണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിരുവോണം. തിരുവോണം എന്ന് പറയുന്നത് 2-ാം ഓണമാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം ഓണം ഏതാണ്? ഉത്രാടമാണ്. ഉത്രാടമാണ് നമ്മൾ 1-ാം ഓണമായിട്ട് പറയുന്നത്. അപ്പൊ ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണം അല്ലേ? തിരുവോണമാണ് 2-ാം ഓണം. ഓക്കെ, തിരുവോണം കഴിഞ്ഞാൽ അവിട്ടം, അവിട്ടം 3-ാം ഓണം. ഓക്കെ, അവിട്ടം കഴിഞ്ഞ് ചതയം, ചതയം 4-ാം ഓണമാണ്. ഓക്കെ, അത് അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പഠിച്ചു വെച്ചോളൂ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഉത്രാടമാണ് 1-ാം ഓണം, തിരുവോണമല്ല. തിരുവോണം എത്രാമത്തെ ഓണമാണ്? 2-ാമത്തെ ഓണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ സിമ്പിൾ ആയിട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണ്? സിമ്പിൾ ആണ്, ഉത്രാടമാണ് അല്ലേ? ഉത്രാടമാണ്. പക്ഷെ ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അയ്യോ അവിട്ടമാണോ അത് ഉത്രാടമാണോ? ഇത് കറക്റ്റ് ഓർഡർ പഠിച്ചിട്ട് പോകാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് ഇതേണൊക്കെ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എത്രാമത്തെ ഓണമാണ്? 2-ാം ഓണമാണ്. അപ്പൊ 1-ാം ഓണം ഏതാണ്? ഉത്രാടമാണ്. തിരുവോണത്തിന്റെ തലേ ദിവസം ഏതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയണം ഉത്രാടമാണ്. എങ്കിൽ ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഓണത്തെ കുറിച്ച് പരാമർശമുള്ള അസുരവിത്ത് എന്ന നോവൽ എഴുതിയത് ആരാണ്? അസുരവിത്ത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ആരാണ്? MT വാസുദേവൻ നായരാണ് അല്ലെ? MT വാസുദേവൻ നായരുടെ ആ ഒരു നോവൽ, വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് ഏത്? അസുരവിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അസുരവിത്ത് നോവൽ എഴുതിയത് ആരാണ്? അത് MT വാസുദേവൻ നായരാണ്. ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് എന്നാണ്? തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് ഓപ്ഷൻസിൽ തിരുവോണം, അതുപോലെ തിരുവോണത്തിന്റെ 3-ാം നാൾ, ഓണത്തിന്റെ 4-ാം നാൾ എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കാം, ശ്രദ്ധിച്ച് പഠിക്കുക. തൃശ്ശൂരിലുള്ളവർക്ക് അത് നല്ലതുപോലെ അറിയായിരിക്കും, പക്ഷെ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. ചിലവർക്കറിയാം, അതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം, പക്ഷേ സാധാരണ രീതിയിലുള്ള കുറച്ച് പേർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ആ ഒരു ധാരണ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവരൊന്ന് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് എന്നാണ്. ഓക്കെ, തിരുവോണത്തിനല്ല. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കരുത്. തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓണത്തിന്റെ 4-ാം നാൾ. മുമ്പൊരു തവണ ചോദിച്ചപ്പോൾ ഓപ്ഷൻസിൽ ഓണത്തിന്റെ 4-ാം നാൾ എന്നായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓണത്തിന്റെ 4-ാം നാൾ. അപ്പൊ നമ്മൾ ഓണത്തിന്റെ 4-ാം നാൾ എന്ന് പറയുമ്പോൾ 1-ാം ഓണം. ഓക്കെ, നമ്മൾ പറഞ്ഞു 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം. 1-ാം ഓണമാണ് എന്ത്? ഉത്രാടം എന്ന് പറയുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. പക്ഷെ നമ്മൾ ചതയം എന്നുള്ള ഡേറ്റ് ഇവിടെ എടുത്ത് പറയത്തില്ല. ചിലപ്പം ആ ഒരു നാളെന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പം ഈ ദിവസം അവിട്ടം ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ അവിട്ടം വരാം. അതുകൊണ്ട് ചതയം എന്നെടുത്ത് പറയത്തില്ല. നമ്മൾ അല്ലാതെ എന്ത് ചെയ്യാം, ചില നാളുകൾ റിപ്പീറ്റ് ചെയ്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു നാളിനെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ പുലികളി നടക്കുന്നത് തിരുവോണത്തിന്റെ 3-ാം നാൾ. അതായത് എന്താണ്? എന്താ നോക്കിക്കോളൂ, 1-ാം ഓണം, 2, 3, 4.
ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഒന്നെങ്കിൽ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓണത്തിന്റെ 4ാം നാൾ ഉണ്ടെങ്കിൽ, ഓണം ഒന്നാം ഓണം ഇതല്ലേ, ഓണത്തിന്റെ 4ാം നാൾ എന്ന് പറയുമ്പോൾ ഈ ദിവസമാണ്. ഓക്കെ, ഓണത്തിന്റെ 4ാം നാൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, തിരുവോണത്തിന്റെ 3ാം നാൾ. തിരുവോണത്തിന്റെ 3ാം നാൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം തന്നെയാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പൊ തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ആൻസർ പറയാം ഓണത്തിന്റെ 4ാം നാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം തിരുവോണത്തിന്റെ 3ാം നാളാണ്. രണ്ടും ഒന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ ദാ അടുത്ത ചോദ്യം മുമ്പ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. എന്താണ്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ കവിത അറിഞ്ഞൂടാത്തവരായിട്ട് ആരുമില്ല അല്ലെ? അപ്പൊ ഈ കവിത രചിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ആരാണ്? സഹോദരൻ അയ്യപ്പൻ രചിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ഓണത്തെക്കുറിച്ച് ഇപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു കവിതയാണ് ഏത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറയുന്ന ആ ഒരു കവിത. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. അസുരവിത്ത് ആരുടേതാണ്? അസുരവിത്ത് ഒരു നോവലാണ്. നോവൽ ആരുടേതാണ്? MT വാസുദേവൻ നായരുടേതാണ്. തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് തിരുവോണത്തിന്റെ 3ാം നാൾ അല്ലെങ്കിൽ ഓണത്തിന്റെ 4ാം നാളാണ്. ഇനി മാവേലി നാടുവാണിടും കാലം എന്ന് പറയുന്ന ആ ഒരു കവിത രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം: അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? PSC ചോദ്യമാണ്. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം, നമുക്കറിയാം അത്തം അല്ലെങ്കിൽ പൂക്കളം ഇട്ട് തുടങ്ങുന്നത് എന്താണ്? അത്തം മുതലാണ്. അത്തം 10-ന് തിരുവോണം എന്നല്ലേ പറയുന്നത്. അപ്പൊ അത്തം മുതലാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് പൂക്കളം ഇട്ട് തുടങ്ങുന്നത്. അപ്പോ അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനത്തിലൊന്നും എന്തുപയോഗിക്കാൻ പാടില്ല? ഈ ചുവപ്പ് നിറം ഉപയോഗിക്കാൻ പാടില്ല. ഈ പണ്ട് തൊട്ട് പറയുന്ന ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു ആചാരമാണ്. അതിങ്ങനെ തുടർന്നു പോകുന്നു. ആ ഒരു സിസ്റ്റമാണ്. അല്ലാതെ ഇത് ചെയ്താൽ കുറ്റകരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പണ്ട് കാലം തൊട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു ആചാരമാണ് എന്ത്? അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനങ്ങളിലൊന്നും ഈ ചുവപ്പ് നിറത്തിലുള്ള പൂക്കള് ഉപയോഗിക്കത്തില്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? തിരുവാതിര കളിയാണ് അല്ലെ? ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം ഏതാണ്? തിരുവാതിര കളിയാണ്. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? മുമ്പ് ചോദിച്ച, എനിക്ക് തോന്നുന്നു 2022-23 ആ ഒരു കാലയളവിൽ ചോദിച്ചൊരു ചോദ്യമാണ്. തിരുവോണ നാളില് അട നിവേദിക്കുന്നത് ആർക്കാണ്? അത് തൃക്കാക്കരയപ്പനാണ്. ആർക്കാണ്? തൃക്കാക്കരയപ്പനാണ് തിരുവോണ നാളിൽ എന്ത് ചെയ്യുന്നത്? അട നിവേദിക്കുന്നത്. മനസ്സിലായോ? തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പനാണ്. എങ്കിൽ അടുത്ത ചോദ്യം: വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരംകാർക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈവൻ കൊല്ലംകാർക്കും എളുപ്പമായിരിക്കാം. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ചിലപ്പം അത് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നാം. അപ്പൊ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. വാമനപുരം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. എങ്കിൽ ദാ അടുത്തൊരു ചോദ്യം ഇതാണ്: കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മിസോറാം ആണ് അല്ലെ? മിസോറാമും എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തെ പോലെ തന്നെ ഓണത്തിന് എന്ത് ചെയ്യുന്നു? അവധി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം മിസോറാം ആണ്. അടുത്ത ചോദ്യം: വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഓക്കെ, ഏത് യുഗത്തിൽ എന്നാണ് കരുതപ്പെടുന്നത്? ത്രേതായുഗത്തിലാണ്. ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിലാണ് വാമനാവതാരം സംഭവിച്ചതായിട്ട് കരുതപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, വാമനപുരം എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. വാമനാവതാരം ഏത് യുഗത്തിലാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ത്രേതായുഗത്തിലാണ്. ദാ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്: ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ
പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഈ ഒരു വരികൾ അല്ലെങ്കിൽ ഈ ഒരു ഓണത്തെ കുറിച്ചുള്ള ഈ ഒരു കാവ്യശകലം ആരുടേതാണ്? ചങ്ങമ്പുഴയുടേതാണ് അല്ലെ. ചങ്ങമ്പുഴയുടെ ഓണക്കാലം എന്ന് പറയുന്ന ആ ഒരു കവിതയിലെ ആ ഒരു വരികളാണ് ഏത്? ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചെങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓക്കെ, മറന്നു പോകരുത്. ആരുടേതാണ്? ചങ്ങമ്പുഴയുടെ ഓണക്കാലം എന്ന കൃതിയിലെ വരികളാണ്. ഓക്കെ, കവിതയിലെ വരികളാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം. ഓണത്തെ പറ്റി പരാമർശമുള്ള വേദം ഏതാണ്? ഓണത്തെ പറ്റി പരാമർശമുള്ള വേദം. ഓക്കെ, ഏത് വേദത്തിലാണ്? ഋഗ്വേദത്തിലാണ് എന്തിനെ പറ്റി പരാമർശിക്കുന്നത്? ഓണത്തെ പറ്റി പരാമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാ നോക്കൂ, ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? ഏത് സ്കന്ധത്തിലാണ്? അത് 8ാമത്തെ സ്കന്ധത്തിലാണ്. ഭാഗവതത്തിലെ 8ാം സ്കന്ധത്തിലാണ് ഈ ഒരു കഥ പറയുന്നത്. എന്താണ്? നമ്മുടെ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ആരു പാദസ്പർശത്താൽ ഉയർത്തുന്നു? വാമനൻ. ഓക്കെ, അപ്പൊ അത് ഏത് സ്കന്ധത്തിലാണ് പറയുന്നത്? 8ാം സ്കന്ധത്തിലാണ്. എങ്കിൽ ദാ നോക്കൂ, ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു ആദ്യ നാളുകളിൽ ചുവപ്പ് നിറത്തിലുള്ള പൂവുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഏത് നാള് മുതൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? ചോതി നാള് മുതലാണ്. അത്തം, ചിത്തിര, ചോതി 3ാം നാള് മുതൽ എന്ത് ചെയ്യാം? നമുക്ക് അത്തം പൂക്കളം ഇടുമ്പോൾ നമുക്ക് ചുമന്ന പൂവ്, അതായത് ചെമ്പരത്തി പൂവൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് നാള് മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചോതി നാള് മുതലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലെ. തമിഴ്നാട്ടിലെ ഇന്നത്തെ കാഞ്ചീപുരം ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ദാ നോക്കൂ, മറ്റൊരു ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സംഘകൃതികളിൽ ഓണം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? നമ്മൾ പറഞ്ഞു മധുരൈ കാഞ്ചി അല്ലെ. സംഘകാല കൃതിയില്, തമിഴ് സംഘകാല കൃതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓണത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ആ കൃതി നമ്മൾ പറഞ്ഞു മധുരൈ കാഞ്ചിയാണെന്ന്. അപ്പൊ മധുരൈ കാഞ്ചിയില് ആ ഒരു ഓണത്തെ പറ്റി പറയുന്നത് ഓണം എന്നുള്ള വാക്ക് വെച്ചിട്ടല്ല. ഓക്കെ, ഓണം എന്നല്ല നമ്മൾ അതിനകത്ത് കാണുന്നത്. പകരം ഓണത്തിന് പകരം അവര് അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ദ്രവിഴ എന്നുള്ള വാക്കായിരുന്നു. എന്താണ്? ഇന്ദ്രവിഴ. ഓക്കെ, അപ്പോ സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇന്ദ്രവിഴ എന്ന പേരിലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ അടുത്ത ചോദ്യം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം, ശ്രദ്ധിച്ചിരിക്കുക, അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. അത് ഏതു നാളിലാണ്? ബാക്കിയെല്ലാം എന്താണ്? സർക്കിൾ ആയിരിക്കും അല്ലെ, വട്ടത്തിലായിരിക്കും ഇടുന്നത്. എന്നാൽ ഇവിടെ ഒരു നാളില് എന്ത് ചെയ്യുന്നു? നമ്മള് ചതുരത്തിലായിരിക്കും പൂക്കളം ഇടുന്നത്. അത് ഏത് നാളിലാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, മൂലം നാളിലാണ്. ഏത് നാളിലാണ്? മൂലം നാളിലാണ് എന്ത് ചെയ്യുന്നത്? ചതുരത്തിൽ പൂക്കളം ഇടുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദാ മറ്റൊരു ചോദ്യം. 4ാം ഓണം ഏതു മഹാന്റെ ജന്മദിനമാണ്? ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് 4ാം ഓണം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നായിരുന്നു കേട്ടോ. ഇന്ദ്രസേനൻ, ബാലി എന്നൊക്കെ പറയാറുണ്ട്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഇന്ദ്രസേനൻ എന്നാണ്. ഇന്ദ്രസേനൻ. ഓക്കെ, ഇനി 2ാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? 2ാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് അമ്മായി ഓണം എന്നാണ്. എന്താണ്? അമ്മായി ഓണം എന്നറിയപ്പെടുന്ന ഓണം ഏതാണ്? 2ാം ഓണമാണെന്ന് അങ്ങനെ തിരിച്ചും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 2ാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് അമ്മായി ഓണം. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ഓണത്തിന് പൂക്കളം ഒരുക്കുന്നത് ഏത് നാള് മുതലാണ്? ഏത് നാള് മുതലാണ് പൂക്കളം ഇടാൻ തുടങ്ങുന്നത്? ഉത്രാടമാണോ?
ആണോ? അല്ല, അത് അത്തം നാൾ മുതലാണ് അല്ലെ. അത്തം നാൾ മുതലാണ് എന്ത് ചെയ്യുന്നത്? പൂക്കളം ഇടാൻ തുടങ്ങുന്നത്. എങ്കിൽ ദാ അവസാന ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് 28ാം ഓണം? ഓക്കെ, എന്താണ് 28ാം ഓണം? ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം, ഓക്കെ, തിരുവോണത്തിന് ശേഷം 28ാമത്തെ ദിവസമാണ് നമ്മൾ 28ാം ഓണമായിട്ട് ആഘോഷിക്കുന്നത്. മനസ്സിലായോ? ചിങ്ങമാസത്തിലെ തിരുവോണം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓണത്തിന്റെ തിരുവോണം ഉണ്ടല്ലോ, ആ തിരുവോണം മുതല് 28ാമത്തെ ദിവസം നമ്മൾ 28ാം ഓണമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഇത് മെയിൻ ആയിട്ടും കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓണമാണ്. കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓണമാണ് ഏത്? ഈ പറയുന്ന 28ാം ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓണം, അതായത് 28ാം ഓണം വളരെ ഫേമസ് ആയിട്ട് ഭയങ്കര ആഘോഷത്തോടെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തില് കാളകെട്ടും സംഭവങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ. അപ്പൊ 28ാം ഓണം ഏറ്റവും കൂടുതൽ എന്താണ് നടത്തുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 28ാം ഓണം എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോ എന്താണ് ഓണത്തുനാട്? മറ്റൊരു ചോദ്യമുണ്ട്. ഓണത്തുനാട് എന്ന വിശേഷണമുള്ള ഒരു പ്രദേശമുണ്ട്. ഓക്കെ, ഓണത്തുനാട് എന്ന വിശേഷണമുള്ള ഒരു പ്രദേശം ഏതാണ്? കായംകുളമാണ് അല്ലെ. അപ്പൊ ഓച്ചിറയും കായംകുളം ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓണത്തുനാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? കായംകുളം സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഓണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓണമാണ് എന്ന് കരുതി നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു ബ്രേക്കും ഇല്ല. നമ്മൾ മാക്സിമം പഠിക്കുക. സമയങ്ങൾ ഇനിയും നമുക്ക് ആഘോഷിക്കാനൊക്കെ ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ആഘോഷിക്കുക, ബാക്കി സമയം നിങ്ങളുടെ പഠനം തുടർന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.